എന്നാൽ ഇത് ഇത്തിരി കട്ടിയാണേ. ചേട്ടാ, ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാ, അറിയാമല്ലോ. ദേ ഇപ്പൊ തന്നെ എങ്ങാണ്ട് നിന്ന് വന്നൊരു നിരപരാധി, ഒരു നിപുണൻ, പുതുക്കോട് ശാന്തയുടെ പ്രേതത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടു. പ്രേതത്തിന്റെ കാര്യം പറയുന്നത് ദാസമാഷ് കേൾക്കണ്ട. ദാസമാഷിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ അറിയാം. പക്ഷേങ്കിൽ ദുനിയാവിൽ ജിന്നും ചെയ്താനില്ല എന്ന് പറയുന്നത് വെറും നോസ. ദാസമാഷ് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം കാണും. അയ്യോ, എന്തോരം പുസ്തകങ്ങളാ ദാസമാഷ് വായിച്ചു കൂട്ടണത്. ജാസ്തി വായിച്ചാ പിരാന്ത് കൂടും. പോണോർന്ന് നിന്നോടല്ല, അയാളോടാ. എടോ, തനിക്ക് ദാസമാഷെ പറ്റി എന്തറിയാം? അങ്ങേരെ ഓരോ ലോകകാര്യങ്ങൾ പറയുന്ന കേട്ടാ നമ്മൾ അറിയാതെ മൂക്കത്ത് വിരൽ വെച്ചു. വെച്ചു. പോയിന്റ് മനസ്സിലായോ? എടോ, ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഒന്ന് മനസ്സിലായി. മനസ്സിലായി. കുഞ്ഞിരാമേട്ടനോ? അയ്യപ്പ, നിനക്കെന്താ ഇരവിപ്പിള്ളിയോട് ഇത്ര വൈരാഗ്യം? തുടങ്ങി മതി വിസ്തരിച്ചത്. പരപര വെളുക്കുമ്പോ കയറി അങ്ങ് കുറ്റി അടിച്ചോളൂ. ചായ കുടിച്ചെങ്കിൽ വീട്ടിൽ ചെന്ന് കിടന്നൂടെ? വെറുതെ മനുഷ്യരെ കൊണ്ട് കർക്കിടകം രാശി പരദേവതകൾ അനുകൂലമല്ല. കാലം ചെയ്ത ആത്മാക്കളുടെ പ്രശ്നങ്ങളെ എന്നാൽ ചില പ്രതിവിധികളില്ലേ എന്ന് ചോദിച്ചാ അതുണ്ട്. എന്താണാവോ പ്രതിവിധി? അപ്പോ തറവാട് പൊളിച്ചു നീക്കണമെന്ന് നിർബന്ധം തന്നെയാണോ? വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞില്ലേ? എന്നാ പിന്നെ വിൽപ്പനയ്ക്ക് ശ്രമിക്കാമെന്ന് വെച്ചാൽ അലവലാദികളായ നാട്ടുകാർ സമ്മതിക്കുന്നുമില്ല. പൊളിച്ച് കട്ടിലയും ജനലുകളും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയല്ലാതെ വേറെന്താണ് ഒരു പോംവഴി? എന്തോ പ്രതിവിധി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ചില പ്രതിവിധികളൊക്കെ ഉണ്ട്. അതായത് 7 ദിവസത്തെ കർമ്മം കഴിയേണ്ടി വരും. പിന്നെ സ്വർണം കൊണ്ട് ആൾറൂം ഉണ്ടാക്കി ആത്മാക്കളെ ആവാഹിച്ച് ഒഴുകും ജലത്തിൽ സന്നിവേശിപ്പിക്കണം. അതായത് സന്നിവേശിപ്പിക്കണം. ആൾ രൂപങ്ങൾ സ്വർണത്തിൽ തന്നെ വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഗണകം പറഞ്ഞത്. ഫലപ്രാപ്തിയാണല്ലോ മുഖ്യം. അതെ അതെ. ഒരു കാര്യം ചെയ്യാം. പത്രത്തിൽ പരസ്യം ചെയ്ത് ലേലം ചെയ്യാം. ആൾ രൂപത്തിനും കർമ്മങ്ങൾക്കും ചെലവാകുന്ന തുക ലേലത്തിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങാം. എന്താ? അതിപ്പോ എന്നാ ഗണപതി ഹോമത്തിനും മറ്റും ഒരുക്കേണ്ടുന്ന സാധനങ്ങളുടെ ഒരു ചാർജ് ഞാൻ തയ്യാറാക്കാം. ചാർത്തലൊക്കെ ലേലം കഴിഞ്ഞിട്ടാകാം. ഈ കാലത്തിനൊത്ത് ലേലം ചെയ്യണം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അങ്ങനെ ഒരു ചൊല്ലില്ല. ഇല്ലേ? പക്ഷെ എവിടെയോ കേട്ടതായി എന്റെ ഒരു ഓർമ്മ. കേട്ടത് ഞാൻ പറയാം. എന്താ തന്നെ പറ്റിയത് വളരെ ശരിയാണ് താനും. എന്താ കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? അതായത് താൻ ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ടും തന്റെ മനസ്സ് ഇതുവരെ നന്നായിട്ടില്ല. ഇയാൾ വഴിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അല്പന തുടങ്ങിക്കോ. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ലേലം തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിക്കോ. തന്റെ സംഭവം വേണമല്ലോ ലേലം തുടങ്ങാൻ. വെറും 2 ലക്ഷം. അതെ, ചായ ഞങ്ങൾ കുടിച്ചാൽ ഇറങ്ങും കേട്ടോ. സ്വന്തമായിട്ടൊരു ചായക്കടുണ്ടല്ലോ, അടിച്ചു കുടിച്ചൂടെ? ഇവിടെ ഒന്ന് വാങ്ങി നോക്കണം. പോക്കിരി തരം പറഞ്ഞാണല്ലോ. വെറും 2 ലക്ഷം രൂപ. 2,25,000. 2,25,000 രൂപ. വെറും 2,25,000 രൂപ. 3 ലക്ഷം രൂപ. വെറും 3 ലക്ഷം ഒരു തരം. വെറും 3 ലക്ഷം രൂപ 2 തരം. ഇതാ ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 3 ലക്ഷം. വെറും 3 ലക്ഷം രൂപ 3 തരം ലേലം ഉറപ്പിച്ചു. 3 ലക്ഷത്തിൽ 1 രൂപ. 3 ലക്ഷത്തി 1. അത് വീട്ടിൽ പോയില്ലേ ഭാര്യയുടെ അടുത്ത് വിളിച്ചാൽ മതി. കൂടുതൽ വിളിച്ചവനെ വസ്തു വിട്ടുതരണം. വിട്ടുതരാൻ എനിക്ക് മനസ്സില്ല. മനസ്സിൽ ഈ വസ്തു തന്റെ കയ്യിലിരിക്കും. ഇവിടെ ലേലം നടക്കില്ല. എന്റെ വീട്ടിൽ നിനക്കെന്താ കാര്യം? ഇവിടെ കുടിക്കുന്ന മറ്റുള്ളവർക്ക് എന്താ കാര്യം? അവര് ലേലം കൂടാൻ വന്ന ഞാനും ലേലം കൂടെ തന്നെ വന്നത്.
പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻപിള്ളയുടെ വീടിന്റെ ഒരു കഴുക്കോല് വിലക്കെടുക്കാനുള്ള കഴിവുണ്ടോ നിനക്ക്? മര്യാദയ്ക്ക് വെളിയിൽ ഇറങ്ങുന്നോ അതോ കഴുത്തിന് പിടിച്ച് പുറത്തു കൊള്ളണോ? പിള്ളേച്ച പ്രശ്നം ഉണ്ടെങ്കിലും പിള്ളേച്ച കുറെ കാലമായി ഞാൻ അവനെ സഹിക്കുന്നു. എന്തോന്ന് നീ എന്നെ സഹിക്കുന്നോ? എടാ നീ ഇപ്പൊ വലിയ പണക്കാരനായല്ലേ? കാശിന് ഗതിയില്ലാതിരുന്ന കാലത്ത് നിനക്ക് എന്നെ വേണമായിരുന്നു. കണ്ടവനെ പറ്റിച്ചും കുതികാലി വെട്ടിയും സിമന്റിന് പകരം മാലി ചേർത്തും പാലം പണിതും നീ കാശുണ്ടാക്കിയപ്പോ നിനക്കെന്നോട് പുച്ഛമല്ല തെണ്ടി. നീ പട്ടിണി കിടന്ന കാലത്ത് എന്റെ കടയിൽ നിന്ന് കടം മേടിച്ചുകൊണ്ട് പോയി നക്കി തിന്ന ഇടലിയുടെ കാശ് 5 രൂപ 45 പൈസ നീ എനിക്ക് അറിയാമോ? ആ കാശ് എന്നിട്ട് മറ്റേ ബാക്കി പ്രസംഗം. എടാ നീ കാറ് മേടിച്ചപ്പോ ഒരു ദിവസമെങ്കിലും നീ എന്നെ കയറ്റിക്കൊണ്ടു പോകാനുള്ള സന്മനസ്സനെ കൊണ്ടാടാ എരപ്പേ. ഈ പോടാ തെണ്ടി തെണ്ടി നിന്റെ തന്താ നിങ്ങളുടെ മനസ്സിൽ എന്തോന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത്? കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിന്റെ തന്തയാ, എന്നിട്ടാ തല്ലുകൂടാൻ പോയിരിക്കുന്നത്. എടി ചുമ്മാതിരി, കുറെ നാളായി ഞാൻ അവനിട്ട് 2 പൊട്ടിക്കണോന്ന് വിചാരിക്കുന്നതാ. എന്നിട്ടാ നാണമില്ലാതെ തല്ലും പഠിച്ചു വന്നിരിക്കുന്നത്. എടി ഇത് തല്ലിയതല്ലടി, ഞാൻ കറങ്ങി അടിച്ചപ്പോ എന്റെ കൈ തന്നെ എന്റെ മേല് കൊണ്ടതാ. ഇറങ്ങിയടി എന്റെ ഞാൻ നടത്തി ഒന്ന് കാണേണ്ടതായിരുന്നു അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസ പ്രകടനം. ഒരു കൈ വന്ന് നടന്നാൾക്ക് വേണ്ടി ഞാൻ വിചാരിച്ചില്ല പിന്നെ ജീവിക്കുമെന്ന്. എടാ അതെന്റെ ഏത് കൈയാണെന്ന് അറിയാമോ? എന്റെ ഈ വലത്തെ കൈ. അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസി അല്ലയോ? അതെ അതെ ഇവൻ പണ്ട് വയനാട്ടിലല്ലായിരുന്നു, അതെ. ഒരു കിഴവി പെമ്പുറന്നവരുടെ കൂടെ അല്ലയോ പയറ്റ് പഠിച്ചത്? കഴിവിടെടുത്ത് പഠിച്ചോണ്ട് വന്നു. ഒരു ഇച്ചിരി സ്ഥലമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതും പൂർത്തിയായി. സന്തോഷമായല്ലോ. ചേട്ടാ പോലീസ് എവിടെ പോലീസ്? ആരാ ചായക്കടക്കാരൻ അയ്യപ്പൻ? അയ്യോ സാറേ ഞാനല്ല അയ്യപ്പൻ, രാഘവൻ, കുഞ്ഞിരാമൻ, അബൂട്ടി എവിടെ എല്ലാവരും? അയ്യോ അയ്യപ്പനെ ഞാൻ കാണിച്ചത് സാറേ. എവിടെ? എവിടെ അയ്യപ്പൻ ചേട്ടൻ? ഇപ്പൊ അങ്ങോട്ട് പോകുന്നതാണ്. എവിടെ അങ്ങോട്ട്? അയ്യപ്പൻ ചേട്ടോ, ഇയാളൊരു തല്ലകാര്യത്തിന് വിളിച്ചാ കാണുകയില്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അയ്യപ്പൻ ചേട്ടോ, അയ്യപ്പൻ ചേട്ടാ. പോലീസ് പിടിച്ചായിരുന്നു. അയ്യോ മൂത്രപ്പഴ, ഇതിലും ഭേദം കോഴിക്കൂടായിരുന്നു കേട്ടോ. ചേട്ടാ ഇവൻ എവിടെ പോയി? അയ്യോ ഇത് ഞാനല്ല. സാറ് പോയോ? അയ്യപ്പനാണ് ചപ്പം ഞാനല്ല, അയ്യപ്പനല്ല. എനിക്കവിടെ ആ പുല്ലിങ് തന്നെ എന്റെ പശു പട്ടിണിയായിട്ട് 3 ദിവസമായി. എന്നാ പൈസ പിടി. ഇനി എന്നെ ആർക്കും ഒരു പുല്ലും ചെയ്യാനൊക്കെയല്ല. അയ്യോ എന്നെ പിടിക്കാനൊക്കെ നീയാണല്ലേ അയ്യപ്പൻ? അയ്യോ സത്യമായിട്ട് ഞാനല്ല അയ്യപ്പ സ്വാമിയാണ്. സത്യം ഞാനല്ല അയ്യപ്പൻ. മാഷൊന്നും പറയണ്ട. കുറെ കാലമായി മാഷെ അവൻ എന്നെ ദ്രോഹിക്കാൻ തുടങ്ങിയിട്ട്. കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ 4 ചക്രം ഉണ്ടാക്കിയത് അവന് വാരിക്കൊരു കൊടുക്കണോ? ഞാൻ പട്ടിണി കിടന്നപ്പോ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട് പോലും. ആർക്ക് വേണം അവന്റെ പൂത്ത ഇഡലി ഉണക്ക പൊട്ടും? ഞാൻ കാറ് വാങ്ങിച്ചപ്പോ അവനെ ഞാൻ കാറി കയറ്റി സവാരിക്ക് കൊണ്ടുപോയില്ല പോലും. അയ്യടാ, കാറി കയറ്റാൻ പറ്റിയ ഒരു സാധനം. അതല്ല, പോലീസുകാരുടെ
വല്ല അടിയടിയൊറ്റ കിട്ടി അയാൾ കിടപ്പിലായി പോയാൽ ഒരു കുടുംബം പട്ടിണിയായി പോവും. അതുകൊണ്ട് പറഞ്ഞതാ. നല്ലോണം രണ്ട് പൊട്ടിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മാഷിനറിയോ, 6 മാസമായി ഞാൻ ഈ വീട് വിൽക്കാൻ ശ്രമം തുടങ്ങിയിട്ട്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് വിറ്റിട്ട് വേണം എനിക്ക് എന്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാൻ. ഞാൻ എവിടെന്നെങ്കിലും കഷ്ടപ്പെട്ട് നല്ലൊരു പാർട്ടിയെ തപ്പിക്കൊണ്ടുവന്നാലുടനെ അയ്യപ്പൻ പാരയായിട്ട് ഇറങ്ങും. ഇവിടെ പ്രേതണ്ട്, പിശാശുണ്ട്, ചാത്തനുണ്ട്. മാഷെ ഒരു നിമിഷം പാടോ. മാഷേ, ഞങ്ങളൊരു സുപ്രധാന തീരുമാനം എടുത്തിരിക്കുകയാണ്. അതറിയിക്കാനാണ് മാഷെ ഞങ്ങൾ ഇങ്ങോട്ട് വരുത്തിയത്. മാഷ് ആളൊരു ധീരനായതുകൊണ്ടും കിംവദന്തികളിൽ വീഴുന്ന ആളല്ലാത്തത് കൊണ്ടും ഈ ഭൂതപ്രേത പിശാചുക്കളിൽ വിശ്വാസമില്ലാത്തവനായതുകൊണ്ടും ഈ പുതുശ്ശേരി തറവാട് മാഷക്ക് കൈമാറാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. പാലക്കാട്ടുകാരനായ നിങ്ങൾ 7-8 കൊല്ലമായി ഞങ്ങളുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നു. മാനേജ്മെന്റ് സ്കൂൾ ആയതുകൊണ്ട് സ്ഥലം മാറ്റത്തിനും സാധ്യതയില്ല. ഇല്ല, സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് മാഷക്ക് ആഗ്രഹമില്ലേ? ഇല്ലേ, എനിക്കെന്തിനാ ഇത്രയും വലിയൊരു വീട്? എന്റെ എവിടുന്ന ഇതിനും മാത്രം കാശ്? കാശിന്റെ കാര്യം നമുക്ക് പിന്നെ പറയാം. ഈ വീട് സ്വന്തമാക്കാൻ മാഷക്ക് ഇഷ്ടമാണോ? അത് മാത്രം പറഞ്ഞാൽ മതി. അത് എന്നും നിങ്ങൾക്ക് ആ ചായക്കടയുടെ അടുക്കളയിൽ കഴിഞ്ഞു കൂടിയാ മതിയോ മാഷേ? അതല്ല. ഏതല്ല? നാട്ടിൽ എന്റെ പേര് കുറച്ച് സ്ഥലമുണ്ട്. അത് വിറ്റ് ഇവിടെങ്ങാനും കുറച്ച് സ്ഥലം വാങ്ങിച്ച് ഒരു ചെറിയ വീട് വെച്ച് താമസിക്കണമെന്നാണ് എന്റെ തീരുമാനം. ആണല്ലോ. ആ സ്ഥലം വിറ്റോളൂ. ആ കാശ് എത്രയാന്ന് വെച്ചാ അതെനിക്ക് തന്നോളൂ. ബാക്കി തുക 10-100 വർഷം കൊണ്ട്, 5-10 വർഷം കൊണ്ട് കൊടുത്തു തീർത്താ മതി. അങ്ങനെ കടമായിട്ട്? എന്തോന്ന് കടം മാഷേ? അവകാശം പൂർണ്ണമായി മാഷുടെ പേർക്ക് ഞാൻ എഴുതി തരാം. പോരെ? അതിനെ പറ്റിയല്ല. കൂടുതലൊന്നും ഇങ്ങോട്ട് പറയണ്ട. എനിക്ക് മാഷ നല്ല വിശ്വാസമാണ്. ഈ ഇരവി രാമൻപിള്ള, ഈ ദാസൻ മാസ്റ്റർക്ക് ഈ പുതുശ്ശേരി തറവാട് തന്നിരിക്കുന്നു. ഈ ഞാൻ സാക്ഷി. കുടിച്ചത് മതി കേട്ടോ. എടേ, ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. ഞങ്ങൾ കുടിക്കും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പെട്ട പാട് അത് ഞങ്ങൾക്ക് അറിയാവൂ. കൈമാറ്റം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നായിരുന്നു കണിയാൻ പറഞ്ഞത്. കേക്കടി അമ്പമ്പോ, എന്തൊക്കെ അത്യാഹിതങ്ങൾ നടക്കാനിരുന്നതാ. ഈ ഇരിക്കുന്ന പിള്ളേച്ചൻ വരെ തട്ടിപ്പോകേണ്ട കേസല്ലേ? പിള്ളേച്ച പിള്ളേച്ച ദോഷം വീടിനാണെങ്കിൽ അവിടെ താമസിക്കുന്ന ആർക്കും അപകടം വരാമെന്നല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അറിഞ്ഞോണ്ടൊരു പാവത്തിന് പറ്റിക്കായിരുന്നു അല്ലേ? അറിഞ്ഞോണ്ടാ കേറി പൊടിയാകത്ത. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? കുഞ്ഞെ, അയാൾ എന്തോന്നോ ഒരു വാദിയാ. യുക്തിവാദി. ആ കുന്തം തന്നെ. അങ്ങനെയുള്ളവർക്ക് ദോഷവും ശാപമൊന്നും ഏൽക്കില്ല. അല്ലേലും നേരും നെറിയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? ചന്തുവേ, എന്തൊഴി ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, ഇന്ന് നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ കുടിക്കും. പഠിക്കതേ, താരാ കുത്തിയോട്ടപ്പാട്ടൊന്ന് പാടിക്കേ. എന്തോന്ന് കുത്തിയോട്ടപ്പാട്ട്? നല്ല അസൽ സിനിമാ പാട്ട് തന്നെ പാടാം. ചന്തുപ്പണിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളേച്ച. എന്നാ തന്റെ വായി വരുന്ന അങ്ങോട്ട് പാട. വായിൽ വരുന്നതാ ചന്തുവിന്റെ പാട്ട്. സമയമാംത്തിൽ ഞാൻ സ്വർഗയാ. ഇതാണോ? ഇത് തന്റെ ശവം അടക്കുമ്പം താൻ പോയി പാടറോ? ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അച്ഛൻ വഴക്കിനൊന്നും പോകണ്ട. മിണ്ടാതിരിക്കടി. ഇന്നവന്മാർ ഇത്രയും ചെയ്തു. നാളെ നടുറോട്ടിന് നിന്നെക്കാരെ പിടിച്ചാലോ? അവന്റെ ഒക്കെ കഷ്ടകാലം. എന്റെ പൊന്ന് എരവി മുതലാളി, അവന്മാര് സേതുക്കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ച് എനിക്ക് മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. എന്റെ ചോരയങ്ങ് തിളച്ച് കയറി. പിന്നെ എനിക്ക് കണ്ണുകൂടാ. ഞാൻ അങ്ങോട്ട് ഇടി തുടങ്ങി. ആദ്യത്തെ ഇടിക്ക് തന്നെ ഒരുത്തന്റെ മൂക്ക് ചപ്പി ചമ്മന്തിയായി. രണ്ടാമത് കൈ പൊക്കുന്നതിന് മുമ്പേ അവൻ മൂട്ടി വീണുപോയി. മറ്റവന്മാർ രണ്ടുപേരും
എന്നെ കൊല്ലല്ലേ തോമേട്ടാന്നും പറഞ്ഞുകൊണ്ട് എടുത്താ ഓട്ടം ഞാൻ വിടുവോ? കൂടെ വിട്ടു. ആ പുളിഞ്ഞ വാനത്തിന്റെ അവിടെ കൊണ്ടിട്ട് പിടിച്ചു. അവന്റെ അടി വയറ് നോക്കി ഒറ്റ ചവിട്ട്. എന്റെ ഭാഗ്യത്തിന് അവൻ ചത്തില്ല. ചത്തില്ലേ? ഇല്ല. മറ്റവൻ നിന്ന് ഈയൽ വിറയ്ക്കുന്നത് പോലെ കിടുകിടുകിടുകിടാന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു പോയി മുതലാളി. സങ്കടം വരും. എന്നാലും അവൻ ചെയ്ത തെറ്റിനെന്തെങ്കിലും ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തു ഒരെണ്ണം. ഏതായാലും നമ്മളൽപ്പം മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താനുകളകത്ത് പോ. ആ കാത്തേ, ആ ആപ്പിൾസും ഗ്രേപ്സും ഒക്കെ എടുത്ത് ടേബിൾസ് വെക്കേ. തോമല്ലേ എല്ലാം പിന്നെന്താ? ഞാൻ അവന്മാരെ പിടിക്കാൻ വേണ്ടി കാടും നേരം മുഴുവനും ഓടിയതല്ലേ മുതലാളി. ദേഹമെല്ലാം ഭയങ്കര വേദന. ആ വേദന മാറ്റാം. തോമ പോയിട്ട് നാളെ വാ. ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങി കിട്ടണമല്ലോ. ഉറങ്ങിക്കോ. ഒരു 100 200 രൂപയോ? അല്ല, മില്ലിക്കുള്ള കാശ്. മില്ലി അത് തരാ. രണ്ട് ഉലുവയോ? 2 ഉലുവായിക്ക് ഉറങ്ങിയാ മതി. നമസ്കാരം. എന്താ പിരിവുകാരാണോ? പിരിവുകാരും പിച്ചക്കാരും ശനിയാഴ്ച ഉച്ചയ്ക്ക് വന്നാ മതി. അന്നേ ഞാൻ പിച്ച കൊടുക്കൂ. ഇതുവരെ പിച്ച എടുക്കാൻ തുടങ്ങിയിട്ടില്ല. പക്ഷെ മുതലാളി കനിഞ്ഞില്ലെങ്കിൽ അധികം താമസിയാതെ അതും തുടങ്ങേണ്ടി വരും. 1 2 3 ടോട്ടൽ 3 ഫാമിലീസ്. ഈ 3 ഫാമിലീസും ഇന്ന് കണ്ണീരിലാണ്ടിരിക്കുകയാണ് മുതലാളി. ആഹാ, അതിനും മാത്രം കണ്ണീരെവിടുന്ന് കിട്ടി? ആണ്ടുപോകാൻ മാത്രം. സാർ, അവനത് കുറച്ച് ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ 3 കുടുംബങ്ങൾ, അവരുടെ കംപ്ലീറ്റ് ഫ്യൂച്ചർ ഇന്ന് അപകടത്തിലാണ് സാർ. ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും ബ്രില്യൻ സ്റ്റുഡൻസ് ഞങ്ങൾ 3 പേരുമാണ്. ആർക്കാണ് 1ാം റാങ്ക് കിട്ടുക എന്ന് മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇടുത്തി പോലൊരു സസ്പെൻഷൻ ഞങ്ങളുടെ തലയിൽ വീണത്. അപ്പൊ നിങ്ങളാണ് ആ മാതൃകാ വിദ്യാർത്ഥികള്? ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങൾ ലേറ്റായി പോയില്ലല്ലോ സാർ? കുറച്ച് ലേറ്റായി പോയി. അന്നെങ്ങാനും നിങ്ങൾ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഇരവിപ്പിള്ളയുടെ കൈയുടെ വെയിറ്റ് നിങ്ങൾ അറിഞ്ഞേനെ. ഞങ്ങളുടെ ഫേറ്റർ ആണെങ്കിൽ നല്ല വെയിറ്റ് ഉള്ള 4-5 ഹിറ്റ്സ് എന്നുള്ളൂ സാർ. പക്ഷെ ദേവിയെ ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത്. ഹേറ്റ് ചെയ്യും. ഞങ്ങളെ ഹേറ്റ് ചെയ്യരുത് സാർ. ഹേറ്റ് ചെയ്യും. അല്ല, ഹേറ്റ് ചെയ്യരുത്. ചെയ്യും ചെയ്യും ചെയ്യും. ഞങ്ങളെ hate ചെയ്യരുത്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം മാഷ. ഇത് എന്റെ അനിയനാണ്. നിങ്ങൾ ഇപ്പൊ വന്നത് ഏവന്മാരുടെ ഭാഗ്യം. ഞാൻ എന്നെ തന്നെ മറന്നു നിൽക്കുകയായിരുന്നു. മാഷത്തോട്ട് ഇരിക്കാം. ഞങ്ങൾ സാർ ഒന്ന് പറയണം സാർ. സാർ ഞങ്ങൾ എന്താ കാര്യം? സാർ ഇനി മേലും ഞങ്ങൾ സമാധാന അക്ഷരം വേണ്ടില്ല. ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പോകുമെന്നാണ് അർത്ഥം. വരൂ. നിങ്ങളോടല്ല, മാഷോടാ. കഞ്ഞി കളവന്ന് വരൂ. ഈ തെണ്ടിയുടെ കാല് പിടിക്കേണ്ടി വന്നല്ലോ ദൈവമേ. പോട്ടടെ കാര്യം കാണാൻ രവിക്കാലം പിടിക്കണമെന്നാണല്ലോ പ്രമാണം. ചന്തുവേ, പട്ടി